നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വരന്തരപ്പള്ളി കാരിക്കുളത്ത് 2 യുവാക്കൾക്ക് കുത്തേറ്റു. കാരിക്കുളം 907 ജാറത്തിനിടെ ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പരിക്കേറ്റത് പത്തുകുളങ്ങര സ്വദേശികൾക്ക്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെയും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും തിരുനാളുകൾ ആഘോഷിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടത്തി. പുതുക്കാട് പഞ്ചായത്തിലെ തെക്കേത്തുറവ് മോസ്കോ പാടശേഖര റോഡും സൗഹാർദ്ദ റോഡും നാടിന് സമർപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി കാരിക്കുളത്ത് 2 യുവാക്കൾക്ക് കുത്തേറ്റു. സംഭവം ശനിയാഴ്ച രാത്രിയിൽ. മുരുക്കങ്ങൾ പത്തുകുളങ്ങര സ്വദേശികളായ ഉമ്മാനൂർ വീട്ടിൽ ഹൈദ്രോസ് മകൻ 32 വയസ്സുള്ള അനസ്, കുളത്തിത്തൊടി ഉമ്മർ മകൻ 32 വയസ്സുള്ള റഫീഖ് എന്നിവർക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കാരിക്കുളം 907 ജാറത്തിനിടെ ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ദഫ്മുട്ട് നടക്കുന്നതിനിടയിലൂടെ കാർ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഇതിനിടെ സമീപത്തെ വീട്ടുമുറ്റത്തിരുന്ന ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കാറിൽ വന്നവരെ കുത്തുകയായിരുന്നു. കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിലായതായി സൂചനയുണ്ട്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാന ചടങ്ങുകൾക്ക് ഫാദർ ജോജോ എടത്തുരുത്തിയും ഫാദർ ആന്റണി തെക്കീനിയത്തും കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികനായി. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ഫാദർ ആന്റണി അമ്മുത്തൻ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. തുടർന്ന് തിരുനാൾ പ്രദർശനം, ആകാശവിസ്മയം എന്നിവയുണ്ടായി. വികാരി പോൾ തേക്കാനത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ സ്റ്റീഫൻ അറക്കൽ, ട്രസ്റ്റിമാരായ ജോസൻഡോ പുളിക്കൻ, റപ്പായി കാളൻ, ജോണി കുറ്റിക്കാടൻ, സണ്ണി തയ്യാലക്കൽ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ 5:45 വിശുദ്ധ കുർബാനയും 7 ഫാദർ സിജോ തയ്യാലക്കൽ കാർമ്മികനായ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും നടക്കും. വൈകിട്ട് 5 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാളോടനുബന്ധിച്ച് JCI തൃശൂർ ഗ്രീൻ സിറ്റി സംഘടിപ്പിച്ച കാർണിവൽ ഫൺ ഫെയറും തിങ്കളാഴ്ച സമാപിക്കും. പള്ളിക്ക് മുൻവശം സെന്റ് ജോർജ് നഗറിലാണ് കാർണിവൽ ഒരുക്കിയിരുന്നത്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 24 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ പുളിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടത്തി. തുടർന്ന് വർണ്ണക്കാഴ്ചയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സജിൽ കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ജോയ് പുബത്തൂക്കാരൻ, കൈക്കാരന്മാരായ ജോയ് ചക്കാലക്കൽ, ആന്റണി കുറ്റൂക്കാരൻ, ജോൺസൺ നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ 6 മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാനയും ഒപ്പീസും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 ആരംഭിക്കുന്ന ടൗൺ അമ്പ് 6 മണിക്ക് പള്ളിയിൽ സമാപിച്ച് 1 മണിക്കൂർ ബാൻഡ് വാദ്യാഘോഷം ഉണ്ടായിരിക്കും. വൈകിട്ട് 7 കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങേറും. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. പൂരാഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലിവരവ് ഉണ്ടായിരുന്നു.
പൂരദിനമായ ഞായർ രാവിലെ ഗണപതി ഹവനം, ശ്രീലകത്ത് എഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി, കലശാഭിഷേകം, പന്തീരടി പൂജ എന്നിവ നടത്തി. പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് പൂരവരവും പാണ്ടിമേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പും നടന്നു. രാത്രിയിൽ ക്രാങ്കന്നൂർ കളേഴ്സ് അവതരിപ്പിച്ച മ്യൂസിക് ഈവ് അരങ്ങേറി. രക്ഷാധികാരി KS കൊച്ചുമോൻ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ നരേന്ദ്രൻ പല്ലാട്ട്, സുബ്രൻ ഇടശ്ശേരി, മോഹൻദാസ് മുളയ്ക്കൽ, അനിൽ തുമ്പായി, ഷൺമുഖൻ ചിറ്റിയൻ, മിനി അജയകുമാർ, സന്തോഷ് തണ്ടാശ്ശേരി, കുട്ടൻ ചിറ, രതീഷ് പട്ടപ്പറമ്പിൽ, രമ പമ്പാവാസൻ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച ആറാട്ട് ചടങ്ങുകൾ നടക്കും. പുതുക്കാട് പഞ്ചായത്തിലെ തെക്കേത്തുറവ് മോസ്കോ പാടശേഖര റോഡും സൗഹാർദ്ദ റോഡും നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, പഞ്ചായത്ത് ഓവർസിയർ ബിനി എന്നിവർ സന്നിഹിതരായി. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 13 ലക്ഷം രൂപ ചിലവിലായിരുന്നു നിർമ്മാണം. ഞാൻ ആദ്യമായി മെമ്പറായി വന്നതിന് ശേഷം ഈ ഭാഗത്ത് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ വേനൽക്കാലം വന്നപ്പോൾ ഈ ഭാഗത്തുനിന്ന് എനിക്ക് വിളി വന്നു, ഇവിടെ മെമ്പറെ ഇവിടെ വെള്ളമില്ല, വെള്ളത്തിന് കുടിവെള്ളം കിട്ടാൻ യാതൊരു ഇതില്ല, അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളുടെ ആവശ്യം ഇന്നും നമ്മുടെ നാട്ടില് അതിന്റെ അപര്യാപ്തമായിട്ടില്ല. ഏറ്റവും ആവശ്യമായി ഇന്ന് ജനപ്രതിനിധികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ പ്രദേശത്ത് ഒക്കെ ചെല്ലുമ്പോൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ MLA ആയാലും MP ആയാലും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം റോഡുകളിലെ തന്നെയാണ്. ഇവിടെ 2 ചെറിയ റോഡുകൾ, എന്നാൽ ഒരുപാട് ദുരിതങ്ങളുണ്ടായിരുന്ന, സഞ്ചരിക്കാൻ വലിയ പ്രയാസങ്ങളുണ്ടായിരുന്ന സൗഹാർദ്ദ നഗർ ഈ പ്രദേശത്തെ ഈ റോഡും തൊട്ടപ്പുറത്തെ മോസ്കോ നഗറിൻ്റെ സമീപത്തുള്ള വാർഡ് മെമ്പറുടെ വീടിൻ്റെ മുൻപിലൂടെ പോകുന്ന റോഡും ഇന്ന് ഔപചാരികമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ ആയതാണ്. അതിന് അന്ന് തൊട്ടേ ആളോട് ആവശ്യപ്പെട്ട റോഡുകളാണ് ഈ 2 റോഡുകളും. അത് ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചത് നമ്മളുടെ MLAയോട് ഇങ്ങനെ ഒരു ആവശ്യം ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ് നമ്മളോട് സഹകരിച്ച നമ്മുടെ പുതുക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ MLA തന്നെയാണ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷനായി. ചടങ്ങിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മംഗളപത്ര സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി കുറുമൊഴി പത്രപ്രകാശനവും മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PRG ജോയ് മുഖ്യ സന്ദേശം നൽകി. വിരമിക്കുന്ന അധ്യാപകരായ B സജീവ്, CV ജെസി, M ശ്രീലത എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, ജനറൽ കൺവീനർ B ബിജു, KR സത്യപാലൻ, KP മാത്യു, VK രാജൻ, M ശ്രീകല, ടെസി മൈക്കിൾ, സ്മിത വിനോദ്, ലക്ഷ്മി M നായർ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് 61ാമത് പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ട് കർമ്മവും നടന്നു. ഭദ്രദീപം കൊളുത്തി അനുമതി നൽകിയ ശേഷമാണ് കാൽനാട്ട് കർമ്മം നടന്നത്. മേക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭൂമി പൂജ നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തേക്കിൻകാട് മൈതാനിയിലെ പ്രദർശന ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, TN പ്രതാപൻ MP, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർമേനോൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ പങ്കുചേർന്നു.
വേലുപ്പാടം ഒരുമ കൾച്ചറൽ സെന്ററിന്റെയും APJ അബ്ദുൽ കലാം വായനശാലയുടെയും നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങ് ചിത്രകലാ അധ്യാപകൻ കൂടിയായ ആർട്ടിസ്റ്റ് ഡേവിസ് ഗാന്ധിജിയുടെ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഷിനോയ് തരിയൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം MA ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം ബിന്ദു പ്രിയൻ, ഒരുമ സെക്രട്ടറി KC സുരേഷ്, ബേബി വാഴക്കാല, ജോസ് അരമന, ജോർജ് നെല്ലിശ്ശേരി, സുബീഷ് വാച്ചാങ്കുളം, ബിജു പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സലീഷ് വരാക്കര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ബി സ്മാർട്ട് അബാക്കസ് സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റിൽ 1ാം റാങ്കും ടാലന്റ് ടെസ്റ്റിൽ നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റിന് അർഹനാവുകയും നാഷണൽ ലെവൽ മത്സരത്തിൽ 4ാം റാങ്കും നേടിയ അജയ് ദേവിനെ BMS പുതുക്കാട് മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ മെമന്റോ നൽകി അഭിനന്ദിച്ചു. ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, സുനിൽ ചാലക്കുടി, വിമൽ കൊരട്ടിക്കാരൻ, ഉണ്ണി പുതിയടത്ത്, M തുളസിദാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. വടക്കേത്തുറവ് കൊച്ചുപറമ്പിൽ കൃഷ്ണകുമാറിന്റെയും അശ്വതി കൃഷ്ണകുമാറിന്റെയും മകനാണ് അജയ് ദേവ്. കൊടകര മേഖലയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന ഏകലവ്യ കലാകായിക സമിതിക്ക് ഓക്സിജൻ സിലിണ്ടർ സൗജന്യമായി നൽകി കൊടകരയിലെ ഒരു കുടുംബം. കൊടകര ശാന്തി മെഡിക്കൽസിന്റെ ഉടമയായ അമീർ ഷായുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഓക്സിജൻ സിലിണ്ടർ നൽകിയത്. കൊടകര ഗാന്ധിനഗറിലുള്ള ഏകലവ്യ കലാകായിക സമിതി ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ അമീർ ഷായുടെ ഭാര്യ അനിത അമീർ ഷായിൽ നിന്ന് ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ, രക്ഷാധികാരി MK ജോർജ് എന്നിവർ ഏറ്റുവാങ്ങി. ജനസേവനമാണ് നമുക്ക് ഇതുവരെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വാക്കറുകൾ, വാട്ടർ ബെഡുകൾ തുടങ്ങി രോഗാവസ്ഥയിലുള്ള ആളുകളെ സഹായിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമാണ്. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 9, 10, 11 തീയതികളിൽ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചനയും വേദമന്ത്രാർച്ചനയും നടത്തും. 40 വർഷത്തിനു ശേഷമാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രി അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാലാവസ്ഥ: കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. കേരള മദ്രസാധ്യാപക ക്ഷേമനിധിയിൽ 2023-24 സാമ്പത്തിക വർഷത്തെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാൻ ബാക്കിയുള്ളവർ മാർച്ച് 10-നകം പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണം. അതത് സാമ്പത്തിക വർഷത്തെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാതെ വരുന്നത് ക്ഷേമനിധി അംഗത്വം റദ്ദാകുന്നതിനും ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യുമെന്നതിനാൽ അംഗത്വ വിഹിതം യഥാസമയം അടയ്ക്കേണ്ടതാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5810 രൂപ, പവന് 46,480 രൂപ. രാപ്പാൾ പള്ളം വടക്കുംനാലത്ത് സുധീർകുമാർ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8-ന് സ്വവസതിയിൽ. രജനിയാണ് ഭാര്യ. മക്കൾ അശ്വമിത്, അനൂർ ദേവ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പള്ളി കാരിക്കുളത്ത് 2 യുവാക്കൾക്ക് കുത്തേറ്റു. കാരിക്കുളം 907 ജാറത്തിനിടെ ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പരിക്കേറ്റത് പത്തുകുളങ്ങര സ്വദേശികൾക്ക്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെയും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും തിരുനാളുകൾ ആഘോഷിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടത്തി. പുതുക്കാട് പഞ്ചായത്തിലെ തെക്കേത്തുറവ് മോസ്കോ പാടശേഖര റോഡും സൌഹാർദ്ദ റോഡും നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.